ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ഗൗതമിൻ്റെയും അളകുന്നതിൻ്റെയും പിങ്കിയുടെയും ഇന്നത്തെ സൂപ്പർ റിയൽ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞാൻ നിങ്ങളുടെ മുൻപിലുണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഗൗതമിൻ്റെയും അളകുന്നതിൻ്റെയും പിങ്കിയുടെയും കഥയിൽ വമ്പൻ ട്വിസ്റ്റുകളൊക്കെയാണ് നടക്കുന്നത്. എന്തായാലും നമ്മൾ പ്രതീക്ഷ പോലൊക്കെ തന്നെ കഥ മുൻപോട്ട് പോവുകയാണ്. വലിയൊരു തിരിച്ചടിയൊക്കെ പിങ്കിക്ക് ലഭിക്കുന്ന ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനിലെത്തിയ പിങ്കിയെ രക്ഷിക്കുവാൻ വേണ്ടി ഗൗതമും നന്ദയും എത്തുന്നുണ്ടെങ്കിലും പക്ഷേ അത് പിങ്കിക്ക് വലിയ പാരയായി പോകുന്ന, അല്ലെ പിങ്കി പെട്ടുപോകുന്ന ചില നിമിഷങ്ങളൊക്കെയാണ്. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നുള്ള ഒരു നിലപാട് ഗൗതം എടുക്കുന്നതാണ് ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് പിങ്കി അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ പിടിച്ചു വലിക്കുവാൻ ശ്രമിക്കുന്ന പോലീസുകാർ വേണ്ട, ഞാൻ തന്നെ കയറിക്കോളാം എന്ന് പറഞ്ഞ് വാഹനത്തിൽ പോയി കയറുന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു. അതിന് ശേഷം കാണുന്ന നമ്മുടെ പവിത്രയുടെ ജീവിതകഥകളെക്കുറിച്ചാണ്, മുൻകാല ജീവിത ചരിത്രം പറയുന്ന ഒരു ഭാഗമാണ് അത്. നമ്മുടെ സജയൻ പറയുകയാണ്, തൻ്റെ കൂട്ടുകാരനായ സോളമനോട് കാര്യങ്ങൾ പറയുകയാണ്. താൻ ചതിക്കപ്പെട്ട ചില നിമിഷങ്ങളും പവിത്ര തൻ്റെ ഭാര്യയായത് എങ്ങനെയാണ് എന്നൊക്കെ പറയുന്നൊരു ഭാഗമാണ്. അതായത് പവിത്രയുടെ അച്ഛൻ രത്നാകരനാണ് ഇപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് നാടകം കളിച്ചത് എന്ന് സജയൻ തൻ്റെ കൂട്ടുകാരനോട് പറയുകയാണ്. അതായത് 16-ാം വയസ്സിൽ നമ്മുടെ പവിത്ര 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സജീവമായിട്ട് കണ്ടുമുട്ടുന്നത്. ആ കണ്ടുമുട്ടുന്ന സമയത്ത് ആ നാട്ടിലെ സമ്പന്നനായ ഒരു കുടുംബമായിരുന്നു സജയൻ. അപ്പോൾ ഈ സജയൻ്റെ സ്വത്തും പണവും കണ്ടുകൊണ്ട് പവിത്ര അച്ഛൻ വഞ്ചിക്കുന്ന അല്ലെങ്കിൽ ചതിക്കുന്ന ഒരു ഭാഗം, അതായത് അങ്ങനെ സംഭവിക്കുന്ന ഒരു കഥകളൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പരസ്പരം ഫുട്ബോളും ക്രിക്കറ്റ് കളിയും ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടിരുന്ന സമയത്താണ് പവിത്രയുടെ സജയം കാണുന്നത്. അങ്ങനെ പരസ്പരം കാണുകയും സംസാരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്ത് ഇത് പെട്ടെന്ന് രത്നാകരൻ അറിയുകയും പവിത്രയുടെ അച്ഛൻ അറിയുകയും അത് പവിത്രയുടെ അച്ഛൻ അറിഞ്ഞു എന്ന് കേട്ടപ്പോൾ തന്നെ സജയൻ പേടിച്ചു പോയി. എല്ലാം പൊളിഞ്ഞു എന്ന് ചിന്തിച്ച സമയത്ത് ഈ രത്നാകരൻ സജയനെ വന്ന് കാണുകയും അവരുടെ പ്രേമബന്ധം കൂടുതൽ ദൃഢമുള്ളതാക്കുവാൻ ഈ രത്നാകരൻ സ്വന്തം അച്ഛൻ തന്നെ കൂട്ടുനിന്നതും ഒക്കെ ഈ നമ്മുടെ സോളമനോട് പറയുന്ന ഒരു ഭാഗമാണ്. അങ്ങനെ എന്തായാലും ഈ സമയത്ത് പ്രേമം നല്ല കട്ടിക്ക് മൂത്ത് ഒടുവിൽ സജയന് ഗൾഫിലേക്ക് പോകുവാനൊരു ചാൻസ് വന്നു. ഇപ്പോൾ ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് രത്നാകരന് പേടിയായി. കാരണം സ്വന്തം മോളെ അല്ലെങ്കിൽ ഗൾഫിലേക്ക് സജയൻ പോയി കഴിഞ്ഞാൽ കണ്ണകർന്നാൽ മെയ്യ മകനും എന്നാണല്ലോ, അതുകൊണ്ട് ഇവൻ മറക്കുമോ എന്ന് പേടിച്ച് പല തന്ത്രങ്ങളും മെനഞ്ഞ് പവിത്രയെ കൊണ്ട് രഹസ്യമായിട്ട് 16 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി താലി ചാർത്തുകയും അതിനുശേഷം ഗൾഫിലൊക്കെ പോയി ഒരു 3-4 വർഷം കഴിയുമ്പോൾ മടങ്ങി വരുമ്പോൾ അവൾക്ക് പ്രായപൂർത്തിയാകും, അന്നേരം നാടറിഞ്ഞ് നമുക്ക് വിവാഹം നടത്താമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സജീനെ കൊണ്ട് രഹസ്യമായിട്ട് താലി ചാർത്തുന്ന കഥകളൊക്കെ പറയുക. അങ്ങനെ താലി ചാർത്തി അതിനുശേഷം സജീൻ ഗൾഫിന് പോയി. 1 വർഷം കഴിഞ്ഞ് ലീവിന് മടങ്ങി വരുവാൻ ശ്രമിക്കുന്ന സമയത്ത് തൻ്റെ കൂട്ടുകാരൻ ഗൾഫിൽ വെച്ച് കാട്ടിയ ആ സാമ്പത്തിക ഇടപാടിൽ കുറ്റം മുഴുവൻ സജീൻ്റെ പേരിൽ വരികയും അങ്ങനെ സജീൻ 3-4 വർഷം ജയിലിൽ പോയി കിടക്കേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥകളൊക്കെ പറയുകയാണോ. ഈ സമയത്ത് നാട്ടിൽ നമ്മുടെ രത്നാകരൻ നമ്മുടെ പവിത്രയെ കൊണ്ട് വേറൊരു പുളിങ്കമായ ഇന്ത്യവരത്തേക്ക് പവിത്രനെ കെട്ടിച്ചു വിട്ട കാര്യവും അതൊക്കെ തൻ്റെ കൂട്ടുകാരനോട് തുറന്നു പറയുന്നൊരു ഭാഗം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ ലക്ഷ്യം പവിത്രനെയും രത്നാകരനെയും വെച്ച് എനിക്ക് വേറൊരു ലക്ഷ്യമുണ്ട് ഇന്ത്യവരത്തേക്ക്. ആ ലക്ഷ്യം നിറവേറ്റുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞ് സോളമനോട് പറയുക. അപ്പോൾ സോളമൻ ചോദിക്കുക, എന്താണ് ആ പവിത്രനെ വെച്ച് ഇന്ത്യവരത്ത് നിനക്ക് നേടിയെടുക്കുവാനുള്ളത് എന്ന് ചോദിക്കുക. അപ്പോൾ അത് സസ്പെൻസ് ആക്കിയിട്ട് എന്തായാലും നമ്മുടെ സജീൻ്റെ ലക്ഷ്യം ഇന്ത്യവരത്ത് ഇപ്പോൾ പവിത്ര മാത്രമല്ല വേറെന്തോ ഒരു ലക്ഷ്യമുണ്ട് എന്ന് പറയുന്നൊരു ഭാഗം. അത് നമുക്ക് 2 ദിവസം കഴിഞ്ഞ് ഈ സജീൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. എന്തായാലും ഇപ്പോൾ അതൊരു സസ്പെൻസ് ആക്കി തന്നെ സജീൻ വെച്ചിരിക്കുകയാണ്. അതിനുശേഷം കാണുന്നത് പിങ്കി പോലീസ് സ്റ്റേഷനിൽ ചെന്നു. ഒരു മീശക്കാരൻ സി ഐ ഈ പിങ്കിയോട് ചോദിക്കും, നീ പോലീസുകാരുടെ നേരെയല്ലേ കൈ ചൂണ്ടി, അതിൻ്റെ നിയമവകുപ്പുകളൊക്കെ നിനക്ക് അറിയാമോടി എന്ന് ചോദിക്കുമ്പോൾ പിങ്കി ആ നടുറോട്ടിൽ വെച്ച പോലീസുകാരനോട് കാട്ടിയ അതേ ക്രൂരതകളും അതേ നാവും പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴും പറയുന്ന അല്ലെങ്കിൽ അഹങ്കാര വാക്കുകൾ പറയുന്നത് CIനെയും അതുപോലെ വനിതാ പോലീസുകാരിയെയും ചൊടിപ്പിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സാറ് ചെയ്തത്, അത് ഇനി വേണ്ടി വന്നാൽ സാറിൻ്റെ ചെവിക്കലിട്ട് വേണമെങ്കിൽ ഒരെണ്ണം തരാനും എനിക്ക് മടിയില്ല. നീ അത്രയ്ക്ക് വലിയവളാണ്ടി എന്ന് പന്നേന്നൊക്കെ വിളിച്ച് പോലീസുകാരൻ ചാടി എണീക്കും പറയും. പിങ്കി പറയുകയാണ്, എൻ്റെ ദേഹത്ത് തൊട്ടുപോയേക്കല്ല,
എൻ്റെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ താൻ 24 മണിക്കൂർ പോയിട്ട് 24 മിനിറ്റ് താൻ ഈ കസേരയിൽ ഇരിക്കില്ല എന്ന് പറയുകയും അങ്ങനെ പോലീസുകാരൻ സംസാരിക്കുന്നതിന് ബദലായിട്ട് അന്യരൂക്ഷമാകുന്ന ഭാഷയിൽ ഏതൊരു മനുഷ്യനും ദേഷ്യം തോന്നുന്ന രീതിയിൽ ചൊടിപ്പിക്കുന്ന രീതിയിൽ പിങ്കി ചില വാക്കുകൾ അവർ പ്രയോഗിക്കുക. അങ്ങനെ പ്രയോഗിച്ച് ഈ സമയത്ത് പോലീസുകാരൻ CA പറയാട്ടോ, എനിക്കറിയാടി നീ വിളഞ്ഞ വിത്താണെന്നും നീ ഇത് കളികളെല്ലാം പഠിച്ചിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിൻ്റെ ദേഹത്ത് തൊട്ടാലല്ലേ വിഷയമുള്ളൂ. പക്ഷേ എങ്കിൽ വനിതാ പോലീസുകാർ തൊട്ട് കഴിഞ്ഞാൽ വിഷയമില്ലല്ലോ. അതുകൊണ്ട് നീ പോയി അവിടെ നിൽക്കുന്ന വനിതാ പോലീസുകാരോട് പറയാം, പോയി ലാത്തി എടുത്തോണ്ട് വാ, അവരെ മിനിനെയൊക്കെ വിളിച്ചോളാൻ പറയാം. അപ്പോൾ രണ്ട് വനിതാ പോലീസുകാരെയും വിളിച്ചോളാൻ പറയാം. അപ്പോൾ പെട്ടെന്ന് പിങ്കി ഞെട്ടിപ്പോവുകയാണ്. സത്യത്തിൽ ഈ CI അടിച്ചു കഴിഞ്ഞാൽ വിഷയമാവും. പക്ഷേ വനിതാ പോലീസുകാർക്ക് പിങ്കിയെ തല്ലുന്നതിനോ മർദ്ദിക്കുക അല്ലെങ്കിൽ ഈ ചോദ്യം ചെയ്യുന്നതിനോ യാതൊരു തടസ്സവുമില്ല എന്ന് CI പറഞ്ഞത് കിളിപ്പോയ പിങ്കിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പിങ്കിക്ക് മനസ്സിലായി, ദൈവമേ പണി പാളിയോ എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് മറ്റേ പോലീസുകാരികൾ ലാത്തി എടുക്കുവാൻ വേണ്ടി മറ്റു കൂട്ടുകാരെ അല്ലെങ്കിൽ മറ്റ് സഹപ്രവർത്തകരായി വനിതാ പോലീസുകാരെ വിളിക്കുവാൻ പോകുന്ന സമയത്താണ് നമ്മുടെ ഗിരിജ പാഞ്ഞു വന്നിട്ട് സാറേ ഒന്നും ചെയ്യില്ല, അവളെ ഒന്നും ചെയ്യില്ലെന്ന് പറയാം. എനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാം. കാര്യമൊക്കെ പറയാം. ഇപ്പോൾ ഒരുത്തി ഇവിടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിനുള്ള മെഡലൊക്കെ കൊടുത്തിട്ട് നമുക്ക് തമ്മിൽ സംസാരിക്കാമെന്ന് പറയാം. അപ്പം പോലീസ് CIക്ക് അറിയത്തില്ല ഇവർ തമ്മിൽ ഒരുമിച്ചുള്ള ആളുകളാണ് എന്നറിയില്ല. അപ്പോൾ പെട്ടെന്ന് ഇല്ല സാറേ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയാം. നിങ്ങളോടല്ല പറഞ്ഞത് ഇവർക്കും കൊടുക്കേണ്ട മെഡൽ കൊടുത്തിട്ട് ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കാമെന്ന്. അപ്പോൾ പറയുകയാണ് സാറേ ഇത് പിങ്കിയാണ് അല്ലെങ്കിൽ പ്രിയമ്പതയാണ്, നമ്മുടെ ACPയുടെ അനിയത്തിയാണ് എന്ന് CIയോട് പറയാം. അപ്പോൾ പെട്ടെന്ന് CI ഇന്ന് കിട്ടും. ഈ പറയുന്നത് സത്യമാണോ എന്ന് ചോദിക്കുക. അത് സത്യമാണ് എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ CI ഗൗതം സാറിനെ വിളിച്ച് ചോദിക്കാൻ പറയാട്ടോ. അപ്പോൾ എന്തായാലും ഈ പോലീസുകാരന് നമ്മുടെ ACPയുടെ അനീതിയാണ് എന്ന് പറഞ്ഞപ്പോഴും അല്ലെങ്കിൽ ഇവൾ ഗർഭിണിയാണെന്നും ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു സംശയം. അങ്ങനെ പെട്ടെന്ന് ഗൗതമിനെ ഈ CI വിളിക്കുക, സാറ് ഇതിനോടൊരു വിഷയമുണ്ട്, അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, പോലീസുകാരനെ മർദ്ദിച്ച് ഡ്യൂട്ടിയിലിരിക്കുന്ന പോലീസുകാരനെ അടിച്ചതിനാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഗൗതം പറയാണ്, തനിക്കത് അതിൻ്റെ വകുപ്പുകളൊന്നും പറയത്തില്ല, ഡ്യൂട്ടിയിലുള്ളൊരു പോലീസുകാരനെ മർദ്ദിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ ആക്ഷൻ എടുക്കാം. ഒരു സ്ത്രീ അന്നേരം CI പറയാം, സാറേ ഇതൊരു സ്ത്രീയാണ് എന്ന് പറയാണ്. സ്ത്രീയാണെങ്കിൽ അവിടെ വനിതാ പോലീസുകാരല്ലേ, അവരെ ഏൽപ്പിക്കുക, അവർ കൈകാര്യം ചെയ്തോളും എന്ന് പറയാം. സാറേ അതിനകത്തൊരു വിഷയമുണ്ട്, ഈ പറയുന്ന സ്ത്രീ സാറിൻ്റെ അനീതിയാണ് എന്നാണ്, ഒരു പ്രിയമ്പതയെന്നാണ് പറയുന്നത് എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് ഗൗതം ഞെട്ടിപ്പോകട്ടോ. കാറിലിരിക്കുമ്പോൾ ഈ ഫോൺ കോൾ വരുന്നത്. അപ്പോൾ പെട്ടെന്ന് എന്നാൽ ഒരു കാര്യം ചെയ്യും, ഞാൻ അങ്ങോട്ട് വന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് പറഞ്ഞ് ഗൗതം ഫോൺ കട്ട് ചെയ്ത് പെട്ടെന്ന് ഈ സമയത്തും CIയുമായിട്ട് നല്ല രീതിയിൽ വഴക്കുണ്ടാക്കുന്നൊരു ഭാഗമാണ്. ഇപ്പോൾ CIയോട് വഴക്കുണ്ടാക്കുന്നു, അതുപോലെ അസഭ്യം പറയുന്നു. ഇതൊക്കെയാണ് പിങ്കിയുടെ തൊഴിൽ. എന്തായാലും പിങ്കിക്കറിയാം ഇവിടെ നിന്ന് രക്ഷിക്കാൻ ഒരാൾ വരും എന്നുള്ളൊരു ധൈര്യത്തിലാണ് ഈ കാട്ടിക്കൂട്ടുന്ന പ്രക്രിയയൊക്കെ അല്ലെങ്കിൽ പ്രവൃത്തിയൊക്കെ. അതിനുശേഷം പെട്ടെന്ന് ഗൗതം വരുമ്പോഴത്തേക്ക് കാണുന്നത് ഗൗതം പെട്ടെന്ന് ഞെട്ടിപ്പോവുക. പിങ്കിയും ഗിരിജയും നിൽക്കുന്നത് കണ്ട് പെട്ടെന്ന് ഗൗതം തിരിഞ്ഞ് ഒരു നോട്ടം നോക്കുമ്പോഴത്തേക്ക് നന്ദയുമുണ്ട്. നന്ദനെ കണ്ടപ്പോൾ ഒന്ന് ചൂളിപ്പോയി പിങ്കി കേട്ടോ. അപ്പം പെട്ടെന്ന് സാർ ഇതാണ് വ്യക്തി എന്ന് പറയും, ഇതാണ് പെൺകുട്ടി, സാറിൻ്റെ അനീതിയാണോ എന്ന് ചോദിച്ചു. അനീതിയാന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് എന്താ പിങ്കി, എന്താ ഇവിടെ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പം പിങ്കി അവിടെ വെച്ച് ഗൗതമിന് മുൻപിൽ വെച്ച് തന്നെ പറയാ, ശരിയാണ്, ഞാൻ സംഭവം ശരിയാണ്, ഞാൻ ഈ പോലീസുകാരനെ മർദ്ദിച്ചതാണ് എന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഗൗതമിന് ദേഷ്യം വരിക കേട്ടോ. ദേഷ്യം വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഗിരിജ പറയാം, സാറേ ഗൗതം മോനെ ഞങ്ങളൊരു കാറിൽ വന്നു, കാർ നോ പാർക്കിംഗ് ഏരിയയിൽ നിർത്തി. അപ്പോൾ പെട്ടെന്ന് ഒരു പോലീസുകാരൻ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു 2 മണിക്കൂർ കഴിഞ്ഞ് മാറ്റിക്കോളാമെന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം ചൂടാകുകയും ഈ സമയത്ത് പിങ്കി ചെവിക്കലിൻ്റെ അടിക്കുകയും ചെയ്യുകയായിരുന്നു എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് പിങ്കി പറയും, നുണ പറയില്ല ചിറ്റേന്ന് പറയാം. 2 മണിക്കൂർ നല്ലല്ലോ നമ്മൾ പറഞ്ഞു, 3 മണിക്കൂർ കഴിഞ്ഞ് മാറ്റാമെന്നല്ലേ പറഞ്ഞത്. അതിന് അയാൾ പ്രതികരിച്ചു, ഞാൻ തിരിച്ചടിച്ചു, അതിപ്പോൾ ആരെങ്കിലും ഞാൻ ചെയ്യും എന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് ഗിരിജ ഗൗതമോനെ ഇത് വിഷയമാക്കല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഗൗതം ചൂടാവുക കേട്ടോ. പെട്ടെന്ന് ഗിരിജയോട് പറയാം സ്റ്റോപ്പ്, പെട്ടെന്ന് ചൂടാകുക, അങ്ങനെ കോൾ മീ സാർ എന്ന് വിളിക്കാൻ പറയാം. പെട്ടെന്ന് ഇത് പെട്ടെന്ന് പിങ്കിയും ഗിരിജയും ഞെട്ടിപ്പോവുകയാണ്. ഇത് ഞങ്ങൾ ഇപ്പോൾ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നവർ, അതുകൊണ്ട് ബന്ധങ്ങളും സ്വന്തങ്ങളൊക്കെ അത് വീട്ടിൽ മതി, ഇപ്പം നിങ്ങൾ കോൾ മീ സാർ എന്ന് വിളിക്കാൻ പറയുകയും അങ്ങനെ പിങ്കിയും ഗിരിജയും ഞെട്ടിപ്പോകുന്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നൊരു ഭാഗമൊക്കെയാണ് കാണുന്നത്. അങ്ങനെ ഒടുവിൽ പറയുകയാണ്, ഈ സമയത്തും പിങ്കി തട്ടിക്കയറുക പോലീസുകാർക്കെതിരെ കേട്ടോ. ആ സമയത്ത് CIയോട് പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, സാധാരണ വകുപ്പുകളുണ്ടല്ലോ പോലീസുകാരെ അതിക്രമിച്ചതിനുള്ള കേസ്, ആ മാക്സിമം വകുപ്പുകൾ ചേർത്ത്
കേസെടുക്കാൻ പറയുകയും അങ്ങനെ ആ പ്രിയമ്പതയ്ക്കെതിരെ മാത്രമല്ല കൂടെയുള്ള ഈ സ്ത്രീക്കെതിരെയും കേസെടുക്കുകയും അകത്താക്കുകയും ചെയ്യാൻ പറയാം. അപ്പോൾ പെട്ടെന്ന് രണ്ടുപേരും ഞെട്ടിപ്പോവുകയാണ്. ഒരിക്കലും പ്രതീക്ഷയില്ല. ഒരുപക്ഷെ ഗൗതം വന്ന് അവിടുന്ന് രക്ഷിക്കും എന്നൊക്കെ കരുതിയ പിങ്കിക്കും ഗിരിജയ്ക്കും തിരിച്ചടികൾ കിട്ടുന്നൊരു ഭാഗമാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്ത് കാണുന്നത്. അതിനുശേഷം പെട്ടെന്ന് ഗൗതം അങ്ങ് പോകുന്ന സമയത്ത് നന്ദ ഇന്ന് പിങ്കിയോട് ചോദിക്കുക, നീ എന്താ പിങ്കി കാണിക്കുന്നത്, നിനക്ക് വല്ല വട്ടുവാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പിങ്കി പറയാണ്, ഇപ്പം ഞങ്ങളെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് ലോക്കപ്പ് ഇടാണല്ലോ നിൻ്റെ കെട്ടിയവൻ പറയുന്നത്. ഒരു കുഴപ്പമില്ല, സന്തോഷമേ ഉള്ളൂ. കാരണം ലോക്കപ്പിൽ കിടക്കുമ്പോൾ ഇനി ഇതുവരെയും നീ എൻ്റെ വീടിൻ്റെ പല മൂലയിൽ ഒതുക്കി, ഇപ്പം നീയും ഗൗതമും കൂടി എന്നെ പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിനകത്ത് ഇടാൻ ശ്രമിക്കുകയല്ലേ. ശ്രമിക്കട്ടെ, നടക്കട്ടെ, കാര്യം ഒരു കുഴപ്പവുമില്ല. പക്ഷേങ്കിൽ ഞാൻ നിലത്ത് കിടക്കുമ്പോൾ ഞാൻ മാത്രമല്ല നിലത്ത് കിടക്കുന്നത്, നിൻ്റെ കുഞ്ഞും കൂടെയാണ് എന്ന് നീ ഇന്ന് ചിന്തിച്ചാൽ കൊള്ളാം, നിൻ്റെ ഭർത്താവും ചിന്തിച്ചാൽ കൊള്ളാം എന്ന് പറയുകയാണോ. അപ്പോൾ ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളെ നന്ദ ഞെട്ടിപ്പോവുകയാണ്. നന്ദയ്ക്ക് ഇവിടെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഗൗതമിൻ്റെ കൂടെ നിൽക്കണോ പിങ്കിയുടെ കൂടെ നിൽക്കണോ എന്ന് ഏത് ആരുടെ പക്ഷത്ത് നിൽക്കണമെന്നറിയത്തില്ലാതെ പകച്ചു നിൽക്കുന്ന നന്ദേനെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഗൗതമിൻ്റെ തീരുമാനം മാക്സിമം കേസ് എടുത്ത് അല്ലെങ്കിൽ വകുപ്പുകൾ ചേർത്ത് പിങ്കിനെ 2 ദിവസം പോലീസ് സ്റ്റേഷനിൽ കിടത്തുക, ഗിരിജേനെയും അതുപോലെ കിടത്തുക, ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേങ്കിൽ പിങ്കി തൻ്റെ കുഞ്ഞിനെ, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ വെച്ച് വിലപേശുന്ന ചില ഭാഗങ്ങളൊക്കെയാണ്, നന്ദയുടെ മുൻപിൽ വിലപേശുന്ന ഭാഗങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഗൗതമിൻ്റെയും നന്ദേനെയും പിങ്കിനെ കാണിക്കുമ്പോൾ ഉള്ള ഭാഗങ്ങൾ. അതിനുശേഷം കാണിക്കുന്നത് വീണ്ടും നമ്മുടെ പവിത്രയുടെ വിഷയമാട്ടോ. പവിത്രയും അരുണും തമ്മിൽ സംസാരിക്കുക, നീ എന്തിൻ്റെ പുറപ്പാടുകളാണ് എന്നൊക്കെ ചോദിക്കുക. അപ്പം പവിത്ര വില്ലിച്ച് നിൽക്കുക കേട്ടോ. കാരണം എന്തായാലും അരുണിനെ ഒന്ന് പേടിപ്പിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഞങ്ങൾ ഗാർഹിക പീഡനത്തിന് വേണ്ടി ഞങ്ങൾ കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് പെട്ടെന്ന് അതൊന്നും നടക്കുകയല്ല, ഗൗതം സാർ ഇവിടെ ഉള്ളിടത്തരം കാലം നടക്കുകയാണെന്ന് അരുൺ പറയുന്നു. ഈ സമയത്ത് പെട്ടെന്ന് പവിത്ര തൻ്റെ അച്ഛനായ രത്നാകരനെ വിളിക്കുകയും രത്നാകരനെ കൊണ്ട് സംസാരിക്കുക, അരുണോട് സംസാരിക്കുക, ആരൊക്കെ എന്തൊക്കെ ഉണ്ടായാലും എൻ്റെ കൊച്ചിനെതിരെ നിങ്ങൾ എന്തെങ്കിലും അനങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്കെതിരെ എല്ലാം കേസ് കൊടുക്കുകയും നിങ്ങളെ അകത്താക്കുകയും ചെയ്യുമെന്നൊരു ഭീഷണിപ്പെടുത്തുകയും അങ്ങനെ എന്ത് ചെയ്യണമെന്ന് പെട്ടു നിൽക്കുന്ന അരുണിനെയാണ് കാണുന്നത്. ഈ സമയത്ത് അതിനുശേഷം കാണുന്നത് ഇന്ത്യത്തെ കാണുന്നത്തെ അരുന്ധതിയും അതുപോലെ മോഹിനിയും ഒക്കെ സംസാരിക്കുകയാണ്. ഈ അരുണിനെ എന്താണ് ഈ പവിത്രയ്ക്ക് പറ്റിയതെന്നും നിൻ്റെ ഒരു മരുമക്കളെ മര്യാദയ്ക്ക് നടത്താൻ നീയാണ് പഠിക്കേണ്ടത് എന്നൊക്കെ പറയും. നിന്നെക്കൊണ്ട് നടക്കുകയല്ല, നിൻ്റെ മോനെക്കൊണ്ടും നടക്കുകയല്ല, നട്ടലിൽ ഉള്ളവനായിരുന്നെങ്കിൽ പവിത്രനെ മര്യാദയ്ക്ക് നടത്തിയാലും ഇനി എന്തായാലും അരുണിനെ കൊണ്ടതൊന്നും നടക്കില്ല എന്ന് പറയുന്ന ഒരു ഭാഗത്തോടു കൂടിയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും പെട്ടുപോയ അരുണും മോഹിനിയും ഒക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത്. അതിനോടൊപ്പം തിരിച്ചടി കിട്ടിയ പിങ്കി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയും അങ്ങനെ പോലീസ് സ്റ്റേഷൻ ലോക്കപ്പിലാകുകയും ചെയ്യുന്നൊരു ഭാഗങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ അറിയത്തുള്ളൂ. അവിടെ എന്തെങ്കിലും ഒരു മിറക്കൽ സംഭവിക്കുമോ ഇല്ലയോ നമുക്ക് നാളെ മാത്രം മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ഇന്ന് പിങ്കിനെ മാക്സിമം വകുപ്പുകൾ ചേർത്ത് അകത്തിടുവാനുള്ള ഗൗതമിൻ്റെ ഓർഡർ കിട്ടിയ CI കേസ് എഴുതുന്ന ഒരു ഭാഗമൊക്കെയാണ്. എന്തായാലും വീണ്ടും നാളത്തെ വിശേഷവുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.